ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇടുക്കി യാത്രയിലാണ്. ഇനി നിങ്ങൾ കാണാൻ പോണ ദൃശ്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഇടുക്കി യാത്രയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, പലർക്കും ഉള്ള ഡൗട്ടാണ്, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമോ? ഒരു പ്രൊഫഷണൽ ക്യാമറ ഇല്ലല്ലോ. നിങ്ങൾ ഈ പ്രൊഫഷണൽ ക്യാമറ ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം കേട്ടോ. അപ്പോൾ പലരും പറയാറുണ്ട്, എനിക്കൊരു പ്രൊഫഷണൽ ക്യാമറ ഇല്ല, അതുകൊണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാനിപ്പോൾ എടുക്കുന്നത് മൊബൈൽ ഫോണിലാണ്. വിവോ X200 പ്രോയിലാട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിലുള്ള വീഡിയോസൊക്കെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന നൈറ്റിൽ വീഡിയോ കേട്ടോ, ഈ രീതിയിലൊക്കെ നൈറ്റിൽ വീഡിയോ കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ക്യാമറയുടെ ആവശ്യമേ ഇല്ല. പിന്നെ നിങ്ങളൊരു ചെയ്ത് നിങ്ങൾക്ക് റീച്ചൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ക്യാമറ വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ഇനി പ്രൊഫഷണൽ ക്യാമറ വാങ്ങിച്ചാലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ കുറേ സമയമെടുക്കും. അത് നമുക്ക് എല്ലായ്പ്പോഴും ഒരേപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം പ്രൊഫഷണലായിട്ട് പഠിക്കാത്തതുകൊണ്ട് അങ്ങനെ പറ്റിയെന്ന് വരില്ല. പിന്നെ നമുക്ക് ക്യാമറ വാങ്ങിച്ചിട്ട് പിന്നെ ലെൻസ് വാങ്ങിക്കണം, പിന്നെ പല സിറ്റുവേഷൻസിലുള്ള ലെൻസ് വാങ്ങിക്കണം. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു ലെൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഫോണിൽ ഇതേപോലെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഈ ക്യാമറയുടെ അല്ല, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ. അതുപോലെ പലരും ചോദിക്കാറുണ്ട്, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി ഏണിങ്സ് പോസിബിൾ ആണോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു ഉത്തരവാണ്, പോസിബിളാണ്, പക്ഷെ നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളൊരു ജോബ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ജോബ് ചെയ്യുന്നതിന് ഇടയ്ക്ക് നിങ്ങൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. അല്ലാതെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായി നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. കാരണം ഇത് റീച്ചാകാനും നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാനും കുറേ സമയമെടുക്കും. കാരണം നമ്മൾ ചെയ്താണ് ഇത് പഠിക്കുന്നത്. ആദ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഒരാളുടെ വീഡിയോ വലിയ രീതിയിൽ മെച്ചമൊന്നും കാണില്ല. പിന്നെ കുറേ ചെയ്തായിരിക്കും അത് ബെറ്ററായി വരിക. അപ്പം നമുക്ക് ഏണിങ്സ് കിട്ടാൻ സമയമെടുക്കും. നമുക്ക് ഈ പറഞ്ഞ 1000, അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അതുപോലെ 4000 വാച്ചബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നീട് ആണ് നമുക്ക് ഏണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങുക. അപ്പോൾ കുറേ താമസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജോബൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, തീർച്ചയായിട്ടും പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ജോബ് കണ്ടിന്യൂ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി മുന്നോട്ട് പോവുക. ഇനി എങ്ങനത്തെ കണ്ടൻറ് ഇടണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ് നിങ്ങൾ ഇടുക.